ഹലോ, അസ്സലാമു അലൈക്കും ഗായ്സ്. ഹാപ്പി ഈദ് മുബാറക്ക്. എല്ലാവർക്കും ഒരു പെരുന്നാൾ ആശംസകൾ നേരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ദുബായിലാണ്, അബുദാബി അല്ല. ഇപ്രാവശ്യം പെരുന്നാൾ നമ്മൾ ദുബായിലാണ് കൂടുന്നത്. പിള്ളേരൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ വണ്ടി വന്നു പോകണം, കയറാൻ പോവാണ്. ഓക്കെ, ബാക്കി ഇങ്ങനെ കണ്ടറിയാം. 1 minute 37 seconds later. നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. ഫുൾ ടീം ഇതിൽ കയറിക്കണു. ആരൊക്കെ ഉള്ളു നോക്കാം. അതൊരു ഹായ് കൊടുത്തു. എന്താണ് അച്ഛാ നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ വായിച്ചാൽ അവർക്ക് നേരം ഉണ്ടല്ലേ. എന്താ പറയാനുള്ളത് ഈ പെരുന്നാളിനെ കുറിച്ച്? എന്താ പറയാനുള്ളത്? പെരുന്നാൾ എന്ന് പറഞ്ഞ ബോസ് ഇല്ലാത്തൊരു പെരുന്നാളാണ്. ഞങ്ങള് സ്റ്റക്ക് ആവൂല, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആവും. ഞങ്ങള് കൊറേ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇന്ന് ഞങ്ങള് നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുപോലെ റഹ്മത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ പിറ്റേ ദിവസം എങ്ങനെയാണ് അതുപോലെയാണ്, നല്ല സ്മൂത്ത് ആയി പോകും. അതെ അതെ, കൊളാബറേഷൻ ഉണ്ടാവും. എന്താ ഷെഡ്യൂൾ എന്താണ് പറയാ? ഒരു ഷെഡ്യൂൾ പറയും. നമസ്കാരം കഴിഞ്ഞ് നമ്മളൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് അടുത്ത പ്ലാൻ. രണ്ടെണ്ണം പോണല്ലേ പള്ളിയേക്കുന്നത്? അന്ന് ജുമ ഉണ്ടല്ലേ, ഒരു പുണ്യപ്പെട്ട ഒരു ദിവസമാണ്. അത് നടക്കൂല. അതുപോലെ അമ്മി കഴിഞ്ഞ ചെറുപെരുന്നാൾ കൊറേ ആൾക്കാര് സുബൈ കണ്ടുകണ്. നാട്ടിലാണെങ്കിൽ സീൻ ചെയ്യാനല്ലേ, ഇത് സുബൈക്ക് തന്നെ. എന്താ നല്ല വെളിച്ചം. നാട്ടിലാണെങ്കിൽ ഉച്ചക്കല്ല എന്താ വ്യൂ ഒക്കെ. അപ്പൊ നമുക്ക് ബാക്കി പള്ളിയൊക്കെ ചെന്നിട്ട് കാണാല്ലേ. നിസ്കരിച്ചുമ്പോ എങ്ങനെ വല്ല വിളക്കേ കാല് വരുത്താവുണ്ട്. നല്ല വ്യൂ ആയിട്ട് രാവിലെ. തിരക്കില്ലാന്നോ? അല്ല, മറ്റോടത്തല്ലേ പറഞ്ഞ തീരെ തിരക്കില്ല. കാല് പ്രശ്നത്തിലാണ്, എടുക്കാനുള്ള പരിപാടിയിലാണ്. വെച്ചോ ഇവിടെ തന്നെ ചാത്തൻ ചെരുപ്പ്. ഇതിനെത്രയായി? ഇതിന് പറഞ്ഞാൽ എത്ര? 100 റംസോ? 100 റംസ്. 100 റംസ് ഒന്നിനാണോ 100? ഇതിന് ഒരു തുണക്ക്. പറ. ഇവിടെ ക്യാമറയിലോ ഒരു ഇൻവെർട്ടർ ഉണ്ട്. ഇവിടെ ഇൻവെർട്ടർ ഇൻട്രോവേർട്ട്. ബാക്കി നമുക്ക് പള്ളിക്ക് ചെന്നിട്ട് ഓക്കെ. പള്ളിക്ക് നമ്മള് പള്ളി വണ്ടി النبي صلى الله عليه وسلم إن المسلم إذا أنفق على أهله نفقا وهو يحتسبها كانت له صدقة، فإذا أخلص كل منا في أسرته امتد أثر ذلك إلى نسيج المجتمع بأسره، فيكون مجتمعنا كالجسد الواحد. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു മക്കളെ. നമ്മൾ ഇറങ്ങി ഒരു 5 മിനിറ്റ് പോളിക്കണമെങ്കിൽ അജുവാ
മൊത്തം പോയോ? നമ്മള് കറക്റ്റ് ഷെഡ്യൂൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം എത്ര മണിക്കാണ് നിസ്കാരം. നമ്മള് കറക്റ്റ് പള്ളിക്ക് പ്രിന്റ് പോകണത് നമ്മളെടുക്കുന്നത്. വലിയത് പറയാം എത്ര ടൈം അറിയാം. പള്ളിയൊക്കെ സമയം അടിച്ച് ആരും കാത്തുക്കൂല കേട്ടോ. ആരും മാനാളൊന്നുമില്ല നമ്മുടെ നാട്ടിലല്ലോ. ഇതെങ്ങനെയാ കാത്തിക്കണ പരിപാടി തുടങ്ങാൻ നേരത്ത് ഉണ്ടോ ഇത് മൊയിലേർക്ക് സമയം മൊയിലേരോട് പടക്കും. അതന്നെ മറ്റേണ്ടല്ലോ ഓൻ കയറിയോ ഓരോന്നെടുത്ത് കഴിഞ്ഞോ ആ ചോദ്യം ഒന്നുമില്ല. 2 മിനിറ്റ് കൊണ്ട് ആ വലൈക്കും മുസ്സലാം പരിപാടി കഴിഞ്ഞു. പക്ഷെ ഈത്തപ്പൻ ഒന്നും കിട്ടിയില്ലടാ. അത് തടുത്തിട്ടില്ല ഉണ്ടോ അല്ലേ? ഈത്തപ്പനൊക്കെ ഉണ്ടാവില്ലേ? നമ്മളെ വണ്ടി കണ്ടങ്ങള് ബ്ലാക്ക് പാന്തർ. ഇതാ നമ്മളന്നത്തെ ഗാഡി ബൈസ്. വെള്ളയാണ് കണ്ടൂറ. അയ്യോ അതിന് മുന്നിൽ വെക്കാം. ഇന്നത്തെ ഈ പെരുന്നാള് ഇപ്പൊ നമ്മളിവിടെ ഉള്ളത് ദുബായിലാണ്. കഴിഞ്ഞ പെരുന്നാൾ ചെറിയ പെരുന്നാള് നോമ്പിന് ശേഷമുള്ള നമ്മൾ അബുദാബിയിൽ വെച്ചിട്ടില്ല. നമ്മളെ അവിടുത്തെ ടീംസ് ഉൾഗ്രാമല്ല, നിങ്ങളുടെ ഉൾഗ്രാമത്തിലാണ്. ദുബായ് ദുബായിയുടെ നമ്പർ ഇതാണ് ദുബായ്. ഇത് മുസഫൊക്കെ ഒരേ മാതിരി. ഇത് പറഞ്ഞത് അറബിയുടെ ലക്ഷറി ഏരിയ ആണ്. ഏത് നിങ്ങളാ മറ്റേ ഇപ്പോഴാണ് ഒന്ന് ഇത് കണ്ണ് തുറന്ന് കാണുന്നത്. പുതിയ കാഴ്ചകള് ഒരേ കാഴ്ച നാളാണ്. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ദുബായിലാണ് പെരുന്നാൾ മൊത്തം. കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് അബുദാബിയാണ്, ഫുള്ള് എമിറേറ്റ്സ് നമ്മൾ കറങ്ങി. അതെ അതെ അതെ. അപ്പൊ ഇനി പുതിയ വിശേഷങ്ങൾ പലതും. ഇത് നമ്മളെ ഇവിടുത്തെ ലോക്കൽ ഷെയ്ക്കാണ്. വീഡിയോ ഞങ്ങൾ പള്ളല്ല എടുക്കട്ടെ. ഇതിങ്ങനെ ഒന്നല്ലടാ, കൊടുത്ത ശരിയല്ല കേട്ടോ. ഇന്നത്തെ പെരുന്നാള് അജു അല്ല കിടിലം ഫ്രെയിം ആട്ടോ അജുന്. ഇത് ഇൻവേർട്ടറാണ്, ഇൻട്രോവേർട്ടാണ്. അർച്ചന ഷെയ്ക്ക് വന്നിട്ടോ. ഹലോ ഉണ്ടോ കിട്ടോ? ചെറിയ മാത്രമേ ഉള്ളൂ, ഒന്നും ഇല്ലട്ടോ. വേണ്ടപ്പെട്ട ഒരു അറബിയാണ്. കിട്ടുന്ന ആവില്ല. നമ്മളിവിടുത്തെ പള്ളികൾക്ക് എന്നും വരുന്നോണ്ടേ അങ്ങനെ നമ്മള് മൂപ്പർക്ക് ഭയങ്കര കാര്യമാണ്. നമ്മള് കാര്യപ്പെട്ട ഒരാളാണ്. നമ്മള് കാര്യപ്പെട്ടോണ്ട് ആൾക്ക് നമ്മളൊരു കാര്യപ്പെട്ട ഒരാളാണ്. അയാൾ ചോദിച്ചു പള്ളി കമ്മിറ്റിയിൽ ആഡ് ചെയ്യോ? ഇവിടുത്തെ പള്ളി കമ്മിറ്റിയിൽ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ ആഡില്ല. ഇത് ചെറിയ പള്ളിയല്ലേ, അയാളതാണ് വീട് വർക്ക് എടുക്കുന്നത്. അയാളെ വീടാണ്. ഇതാണ് നമ്മളെ സൈറ്റ്. ലേറ്റസ്റ്റ് വർക്ക് എടുക്കണ വീട്ടിലാണ്. പിന്നെ ഓട്ടോമേഷനാണ് വർക്കും കാര്യങ്ങളൊക്കെ. ഇനി ബാക്കിയുള്ള പ്രൊമോഷൻ ഓക്കെ. അമ്മി പറഞ്ഞുതരും അതിനെ പറ്റി. കുട്ടികള് പറഞ്ഞ ഇവിടുത്തെ കുട്ടികളാണ്. അത് നോക്കാം. ഈ നേരത്തെ നിസ്കാരം കഴിഞ്ഞ് പോണോക്കാം. അത് പരിപാടി പരിപാടികൾ എടുക്കണത്. ബിരിയാണി അവിടെ കിട്ടും. ബിരിയാണി നമ്മളിത് ഉണ്ടാക്കല്ലേ? അപ്പൊ ഇല്ല, അത് സ്റ്റക്കായി. നല്ല ഫ്രെയിം ആട്ടോ. പള്ളിക്കൊക്കെ സൂര്യനെ വരുന്നുണ്ട്. കുട്ടികള് തഞ്ഞിയും പോണട്ടോ. ജുമായോ ഈ നേരത്തെ നീച്ചിട്ട് ആദ്യമായിട്ടാന്ന് തോന്നുന്നല്ലേ ഇവന്. കാരം കഴിഞ്ഞു. ഇനി നമ്മള് ഫോട്ടോഷൂട്ടിന് പോവാം, ഫോട്ടോ എടുക്കാം. അപ്പൊ ഞാനോ ഏതാ ഇപ്പൊ നിർത്താം.
ഫോട്ടോ എടുക്കാൻ നിൽക്കാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്ന സ്ഥലം കുട്ടികളെ കളിച്ചുള്ള പാർക്കില് കുറച്ചുകൂടി ക്യൂട്ട്നെസ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ലല്ലേ? മറ്റേ നോക്കാം, ഊഞ്ഞാലടി കൊടുക്കും. പ്രശ്നമൊന്നുമില്ല, സ്ഥലത്തിന് കുറച്ച് ക്യൂട്ട്നെസ് കൂടി. മോന ആ പള്ളിന്റെ ഫ്രെയിമൊക്കെ അവിടെയാണ് നിൽക്കേണ്ടത്, പക്ഷെ പാർക്ക് ഇവിടെയാണ്. അതിന് അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം. ഇത്ര അടുത്താണ്, ഞങ്ങൾക്ക് കുറച്ച് ആംബിയൻസ് ഉണ്ട്. മുസഫല്ലത് അവിടെ ചേരിയിലല്ല, ഞമ്മക്കത്തെ ആംബിയൻസിന് ശാന്തമായുള്ള ഏരിയയിലാണ്. കുറച്ച് മോട്ടർ എടുക്കുക. ഇവിടെ മൊയിലും പരിപാടി കണ്ടിട്ടോ. മുസഫില് കിട്ടൂല. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മൊയില് ഫ്രൈ. തത്തമ്മ സ്പോട്ടഡ്. എന്റെ അഡ ഏത് സാധനം ഇത്? തത്തയടി, കാക്കല്ല. ഞങ്ങൾ ഒരു ഷോട്ട് ഓനെ ഇവിടെ നിന്നിട്ട് നമ്മളിവിടെ നിന്നിട്ട് നായി ഓനെ ഇവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ടല്ലേ സൂര്യനെ. പുല്ലിക്ക് ചെരുപ്പ് പോവാണ്, ചെരുപ്പ് കാണില്ല. അത് വിളിച്ചു ഇങ്ങനെയൊക്കെ പൊക്കി നിന്നാളാ. അയ്യവാ ഏതാ പോസ് ഉള്ളു മോട്ടർ സാധനം. വെറുതെ നിക്കണൊക്കെ വീഡിയോ എടുക്കും. കൊക്ക് നിക്കണായിരുന്നു നിക്കൊണ്ട്. ഒന്ന് പാടുന്നാ ഫ്രെയിമൊക്കെ എന്റെ ചെരുപ്പ് ഇങ്ങനെ പോണി കൂടി ഇങ്ങനെ നടക്കുമ്പോ ഈ ചെടി കാണണം. ചെരുപ്പ് മാത്രം എടുത്താൽ മതി നമുക്ക്. എന്നാ മക്കളെ നമ്മളെ ഫോട്ടോഷൂട്ടും പരിപാടിയും കഴിഞ്ഞു. പഴിച്ചിട്ട് വെച്ചോ. ബിരിയാണി ഇട്ടോ? ബിരിയാണി ഇട്ടൂലേ? അതിന് നമ്മളാച്ചു നമ്മളെ നാടന്നെ. ആ രാവിലൊക്കെ നീച്ച് നമ്മള് പള്ളിക്ക് പോകുമ്പോ നമ്മളെ ഉമ്മാരൊക്കെ രാവിലെ നീച്ച് ആ ഒരു ഇളം പുകയിലിങ്ങനെ ആ ഒരു അടുക്കളന്റെ ഒരു മൂടുണ്ട്, ആംബിയൻസ്. പള്ളി കഴിഞ്ഞു വന്നിട്ടുണ്ട് ഒരു പായസം, ഒരു കുടി. ആ പായസം കുടിച്ചല് അതൊക്കെ നാട്ടിലെ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ എത്താ, നമ്മളിപ്പോ 2 ഫോട്ടോ എടുക്കും, ഇനി പോയി ഒന്ന് കടന്നുറങ്ങും. ബിരിയാണി തിന്നെങ്കിൽ തിന്നു. അങ്ങനെയല്ല, നമ്മള് ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. ഫുഡ് നമുക്ക് ഇവിടെ വേണ്ട കിട്ടും, വിഷയമല്ല. പക്ഷെ നമുക്ക് നാട്ടിലത്തെ ഒരു ആ ഫീല് കിട്ടൂല, ആ ഒരു ടേസ്റ്റ്, ആ ഒരു വൈബ്, ആ പെരുന്നാളിന്റെ ഒരു ആംബിയൻസ് ആ വൈകുന്നേരം ആവോളം. അതെ, ഇതിവിടെ ഒരു 2-3 മണിക്കൂറിൽ മാത്രമേ ഇവിടെ എന്ത് ഇവിടെ പോത്താളറക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അതിനുള്ള വകുപ്പില്ല. ഇവിടെ അറിവുണ്ടല്ലോ, ഞങ്ങൾ അറിവിന്റെ ബാക്കിലാണ്. അതേ പറഞ്ഞതാ, നമ്മള് കയ്യൊന്നില്ല അറബി മറക്കാൻ വേണ്ടി. എന്താണ് ഞങ്ങള് അവിടെ പെരുന്നാളുടെ വെച്ച് കഴിഞ്ഞാല് ഇന്ന് പോയിട്ട് നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കണ്ട. ഞങ്ങള് റൂമിൽ പോയിട്ട് അതിന്റെ വീഡിയോസ് പുറകെ വരുന്നത്. ഉണ്ടാക്കണം. പിന്നെ അമീന്റെ നല്ലൊരു അടപ്പായസവും. അട്ടപ്പാടി എന്ന് പറയുന്നത് അമീന്റെ നല്ലൊരു അട്ടപ്പാടി. ഇത് റെഡി ആയി കഴിഞ്ഞു. ബ്ലാക്ക് ബാന്തർ കാറ്റില്ലേ? കാറ്റൊക്കെ ഉണ്ട്. ഓണാക്കാ അതിൻ്റെ ഏതാ ഫ്രെയിം? A few inches later. മക്കളെ പെരുന്നാള് ശേഷം നമ്മൾ റൂമിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞു. വീണ്ടും പള്ളിയിലേക്ക് പോകണം. ഇന്നൊരു പള്ളി വിളയാട്ടല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 2 വട്ടം പള്ളിയിലേക്ക് പോകണം. നാളെ അതിൻ്റെ ഓഫില്ലല്ലോ അവർക്ക് നാട്ടില്. അതല്ല കുഴപ്പമില്ല, നമുക്ക് ഏറെ പോവാലോ. ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ല. നമ്മള് അടുക്കളയിൽ പോയേക്കാം. അടുക്കളയിൽ എന്തൊക്കെ നമ്മള് ചങ്ക് ബ്രോ കുക്ക് ചെയ്യുന്നുണ്ട്. പോയേക്കാം, അങ്ങോട്ട് പോയേക്കാം. മച്ചാന് എന്തായി സ്പെഷ്യല്? ചിക്കൻ കറി, നെയ്ച്ചോറ് ആൻഡ് തൈര്. തൈരോടെ തൈര് ഫ്രിഡ്ജിലാണ് കുണ്ട് സാധനമാണ്. തൈര് ഞാൻ ഉണ്ടാക്കിയേട്ടാ.
മേലാലൊന്നും അറിയാത്തൊക്കെ എന്റെ മോനെ അവിടെ പോകാൻ ക്യാമറ അല്ലാ. പോയി കുട്ടിയൊക്കെ ഇല്ല റെഡി ഇത് എന്താണ് സ്പെഷ്യൽ? ഇത് മലബാറിയാണോ അതോ കൊച്ചിയാണോ തിരുവനന്തപുരമാണോ? തായ്ലാൻഡാ? അപ്പൊ തൊള്ളി കേൾക്കാൻ പറ്റും ഡെഫിനറ്റ്ലി. ഇത് കട്ട് ചെയ്ത തക്കാളിയാണ്. അതിന്റെ കോലം കണ്ടാരാ 5 പൈസക്കില്ല. അത് ന്യൂജൻ കട്ടാണ്, അത് 19s കട്ടല്ല. അത് നൈറ്റ് എടുത്ത് തായ്ലാൻഡ് ചിക്കൻ കറി. ഇതെത്ര കൂക്കി? കുക്കർ എത്ര കൂക്കി? അത് 2 കൂട്ടി. 2 കൂക്കി. നെയ്ച്ചോറ് പായസാവോ? അത് വേണോ? അത് വേണ്ട. ഫ്രീസർ കാണിച്ചു കൊടുത്തോ? നമ്മള് 1 BHK നിൽക്കേണ്ടത്. ഓഫ്, ഇതൊക്കെ പടം എന്ന് തിന്ന് തീരാ. അത് പെരുന്നാൾക്ക് നമുക്ക് ഓരോ പെരീന്ന് കിട്ടിയ പൊതിയാളാണ്. ഇറച്ചി പൊതിയാള്. ഇത് സക്കാത്ത് കിട്ടിയാകരം. ഇതൊക്കെ കിട്ടിയതാ. സക്കാത്ത് കിട്ടിയ കുറെ ഇറച്ചി പൊതിയാളുണ്ട് ഗായ്സ്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ് ഞങ്ങള് ജുമക്ക് പോണം. കുക്കിംഗ് ടൈമില് നമ്മള് കളിക്കാൻ വേണ്ടിട്ട് അടുത്താ ഇല്ല എടുക്കാൻ കഴിയൂല. അവിടെ അങ്ങോട്ട് പോവാൻ കഴിയും. കുക്കിംഗ് ഫൺ ടൈം, വി എൻജോയ് വിത്ത് ദിസ്. നമുക്ക് കൂക്കിച്ചൂടെ കുക്കറ്? അതാകുമ്പോത്തിന് ഒരു പാട്ട് പാടി സഹകരിക്കോ ബ്രോ? ഞാൻ അവിടെ റൂമിൽ പോയേക്കട്ടെ. റൂമിൽ 1 hour later, 2 hours later, 3 hours later. ഹലോ മക്കളെ, ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്താ സംഭവം? ഇന്നത്തെ പെരുന്നാൾ നമ്മൾ ഉറങ്ങി കേട്ടു. അതെ, ഇവനാണ് നാളെയാണ് കാണാം. ഇന്നത്തെ ഉറക്കത്തിലെ ഏറ്റവും ഫസ്റ്റ് അജ്മൽ MP. നാളെ നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെറിയൊരു പരിപാടിക്ക് ഇറങ്ങിയതാണ്. ആ പരിപാടിൻ്റെ ബാക്കി നാളെ. അപ്പോൾ നമുക്ക് നാളത്തേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാം. ഈ കട്ടിങ് മൊത്തത്തിൽ മെർജ് ചെയ്തിട്ടേക്കാരം ബ്ലോഗ് വരാം. അപ്പം അങ്ങനെ ചെയ്യാം. എന്ത് മറ്റേ എടുത്തോ, കത്തിയൊക്കെ എടുത്തോ? നാളത്തെ പരിപാടിക്ക് കുറച്ച് വയലൻസ് അത്യാവശ്യമുണ്ട്. അപ്പോൾ കാണാം മക്കളെ. നാളെ ഏതായാലും ഉറക്കപ്പിച്ചിലാണെന്നൊക്കെ പറയുന്നുണ്ട്. നാളെ കാണാം.